ഇന്ന് തക്കാളി നടുന്ന ദിവസമാണേ. അപ്പോൾ ഇതേ കണ്ടോ, പൂവിട്ടു. ഇതേ കുറേയൊക്കെ കായ കാണാൻ നിങ്ങൾക്ക് മേളിലതേ കണ്ടോ, പൂ വിരിഞ്ഞു. അപ്പോൾ ഇത് ഇത്രയും ദിവസം തന്നെ ഒരു കണക്കിനാണ് റൂമിൻ്റെ അകത്ത് ഇരുന്ന് കൂടിയത്. ഇത് കുറച്ച് ലെഗ്ഗി ആയിരുന്നേ, അതായത് നമുക്ക് കുറച്ചധികം തക്കാളി നമ്മൾ പിടിപ്പിച്ചായിരുന്നു. അപ്പം ലൈറ്റിൻ്റെ കുറവ് വന്നപ്പോൾ അവറ്റകൾ മാത്രം ലെഗ്ഗിയായി. പിന്നെ ഇതിൽ ഞാൻ വേറൊരെണ്ണം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഓരോന്നിൻ്റെ സർവൈവൽ എന്ന് പറഞ്ഞ ഇത് കണ്ടോ വളഞ്ഞിട്ട് പോയത്. ഇത് ഹാഫ് എത്തിയപ്പോൾ കണ്ടില്ലായിരുന്നു, കുറേ ചെടികളുടെ ഇടയിൽ ഇരുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ കമ്പിയുടെ ആ ആകൃതിയിൽ വളഞ്ഞു പോയിട്ട് വന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ല, നമ്മൾ കിടത്തിയായിരിക്കും ഇതിനെ നടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഗം ഭൂമിയുടെ അടിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അത് ഇതോ ഇതിൻ്റെ വേര് കണ്ടോ. ഇനി നമ്മൾ നടുന്നത് ഇങ്ങനെ കിടത്തിയിട്ടാ, ഇതിന് നടന്ന് ഇങ്ങനെ കിടത്തിയിട്ടാ. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം മാത്രമാണ് മുകളിലേക്ക് വെക്കുന്നുള്ളൂ. ഞാൻ രണ്ട് ഫസ്റ്റത്തെ ഇതളുകൾ ഇതാ കണ്ടോ, ഇതിനാണ് ഞാൻ കളഞ്ഞ ഇവിടെ തന്നെ ഇടുകയാണ്. ഒരു വലിയ വര മണ്ണിര. അപ്പൊ ഇങ്ങനെ ഇതിന് ഇത്രയും ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ മൂടി അത്രയും ഭാഗത്ത്, അതായത് ഏകദേശം ഇത്രയും ലെങ്ത് ഉണ്ട്, അത്രയും ലെങ്ത്തിലും അതിൻ്റെ വേര് മുളയ്ക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏകദേശം 1 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് തക്കാളി പിന്നെ നടാൻ പറ്റത്തില്ല. അങ്ങനെയാണ്, 1 സ്ക്വയർ ഫീറ്റിലാണ് ഒരു തക്കാളി നിൽക്കുന്നത്. അതാണ് സ്പേസിങ്. അപ്പോൾ ഇത്രയും സ്ഥലം, അതായത് അത്രയും ലെഗ് റൂം നമ്മൾ കൊടുക്കുമ്പോൾ അതിലെല്ലാം നമുക്ക് വേര് കിളിർത്ത് പൊട്ടി വരും. അപ്പോൾ അത്രയും വേരും കൂടുതൽ അതിന് ഫുഡ് എടുക്കുകയും അതേപോലെ നമുക്ക് ഉൽപ്പാദനം കൂടുതൽ കിട്ടുകയും ചെയ്യും. അതിനാണ് ഇങ്ങനെ നമ്മൾ നടുന്നത്.